ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിസ് റെസിപ്പി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഡ്രൈ ഫ്രൈ ആണിത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ ചെറിയ പീസസായി കട്ട് ചെയ്ത് വെച്ചതാണിത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിന് വേണ്ടി ഞാനിവിടെ സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ ജീര പൗഡർ, പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കസൂരി മേത്തിയാണ്. അത് കൈകൊണ്ട് നന്നായി പൊടിച്ച് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റ് വേണം കോൺഫ്ലവർ ആഡ് ചെയ്യാൻ. ഞാനിപ്പോൾ പെട്ടെന്ന് പൊരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ ആഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ എപ്പോഴാണോ ഫ്രൈ ചെയ്യുന്നത് ആ സമയത്ത് മാത്രം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനത് ചെയ്യുന്നില്ല, എനിക്ക് പെട്ടെന്ന് ആവശ്യമുള്ളത് കൊണ്ട് അപ്പോൾ തന്നെ എല്ലാം ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് പൊരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, നല്ല ഹൈ ഫ്ലെയിം കൊടുത്ത് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഇതിന് കൊടുത്തിട്ടുള്ള എല്ലാ മസാലകളും അതിൻ്റെ കോട്ടിങ്ങായി നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ എല്ലാം എണ്ണയിലേക്ക് പോയി കളയും. ഇതിപ്പോൾ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയതിനു ശേഷം ഫ്ലെയിം കുറക്കേണ്ട ആവശ്യമില്ല. നന്നായി ഫ്രൈ ആയതിനു ശേഷം നെക്സ്റ്റ് ഭാഗം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗവും കൂടി പൊരിച്ചെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിക്കൻ ഫ്രൈ വേണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 ഭാഗവും നന്നായി മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് നിങ്ങളെ കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.